നമുക്ക് ദൈവം നൽകുന്ന കർത്തദാസനോട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വളരെ ബാലകനായിരിക്കുമ്പോൾ മുതലേ എനിക്കറിയാം, 33 വർഷങ്ങൾക്ക് മുമ്പ് കാണുവാൻ പരിചയപ്പെടുവാൻ കർത്താവ് ഇടയാക്കി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ ഓർത്ത് ആസ്വദിക്കുന്നു. ഇന്ത്യൻ ബഹുമതി ഇഷ്ടപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററാണ് അദ്ദേഹം. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റും ജനറൽ കൗൺസിൽ മെമ്പറും കൂടിയാണല്ലോ. കർത്താവിനെ ഓർത്ത് കർത്താവ് ആസ്വദിക്കുന്നു. വളരെ മാതൃകപരാജി അദ്ദേഹത്തെ പിതാവ് വല്യപ്പച്ചന്റെ കാലം മുതൽ കർത്താവിനെ സേവിക്കുന്നു. അനുഗ്രഹി കർത്തദാസ് സ്വാഗതം ചെയ്തു. സാമ്പരച്ചൻ തുടർന്ന് വാരി സൃഷ്ടിക്കായത് സ്വാഗതം ചെയ്യുന്നു. ദൈവം കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഡിവൈൻ പ്രയർ മിനിസ്ട്രിയുടെ ചുമതലകൾ വഹിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ബേബി ദീർഘവർഷങ്ങളായി ദൈവദാസൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായ സ്നേഹവും ബന്ധവും ശുശ്രൂഷകളിൽ ഒരുമിച്ചായിരിക്കാനും ദൈവദാസൻ ഇവിടെ ശുശ്രൂഷിപ്പാനും ഒക്കെ ഇടയായിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത്, ഈ മിനിസ്ട്രി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി കർത്തൃവേലയിൽ ശക്തമായി നിൽക്കുവാൻ ദൈവദാസനെ ബലപ്പെടുത്തി. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ സ്കറിയ പാസ്റ്റർ ഉൾപ്പെടെ അനേകരെ കാണുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാരുമായിട്ടൊക്കെ വ്യക്തിപരമായ പരിചയമുണ്ട്. ഈ പുതിയ മാസത്തിൽ നമുക്ക് ഒരുമിച്ച് പുതിയ ദിവസത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ ദീർഘനാളുകളായി ഈ DPM ഇതിലൂടെ ജോയിൻ ചെയ്ത് പ്രാർത്ഥിപ്പാൻ വിവിധ രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ, വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സമയപരിമിതികളുണ്ട്. പ്രത്യേകിച്ച് DPMന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ ഈ സൂമിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരം പാസ്റ്റർ തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് രാവിലെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, പ്രോവർബ്സ് ചാപ്റ്റർ 27 വേഴ്സ് 7, 27-ന്റെ 7-ാമത്തെ വാക്യം. തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. നമുക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം മിക്കവാറും മനപ്പാടവും നമുക്ക് വളരെ അർത്ഥവത്തായ വാക്യങ്ങൾ അറിവുള്ളതുമാണ്. പ്രത്യേകിച്ച് ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട വചനങ്ങളാണ് ഈ സദൃശവാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ വചനങ്ങളും ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നന്നായി മുൻപോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെ ഗുണപാഠം നൽകുന്ന നന്മയും തിന്മയൊക്കെ തിരിച്ചറിയത്തക്കവണ്ണമുള്ള നല്ല വചനങ്ങളാണ് ഈ സദൃശവാക്യങ്ങളുള്ളത്. നാം വായിച്ച് കേട്ടിട്ടുമുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് ആരും പറയാതെ തന്നെ നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ തൃപ്തി പ്രാപിച്ച് എന്ന് അവന് തോന്നുന്നത് കൊണ്ട് പലതിനെയും തട്ടിക്കളഞ്ഞ് തിരസ്കരിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ഗവനിക്കാതെ അല്ലെ ശ്രദ്ധിക്കാതെ പോകുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ആത്മീയ വിഷയങ്ങളിലാണെങ്കിൽ നമുക്കറിയാം, കോവിഡ് കാലത്തിനൊക്കെ ശേഷം പ്രാർത്ഥനകൾ കുറഞ്ഞത് കൂടിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ അവസരം നൽകുന്നുണ്ട്. ചിലരൊക്കെ ആത്മീയ ഗോളത്തിൽ അലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കറിയാം, ലോകത്തിന്റെ ഗതികൾ വേറൊരു തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് ലോകം പോകുമ്പോൾ, ഈ താല്പര്യത്തോടെ ആത്മീയ വീക്ഷണത്തോടെ ദാഹത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ രാവിലെ സമയം നമുക്ക് ദൈവം അവസരം തന്നത് തീർച്ചയായും ദാഹമുള്ളത് കൊണ്ടാണ്. 42-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്ന പോലെ, മാൻ നീർത്തോടുകൾക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ദാഹം, ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള ദാഹം. എത്രയോ പ്രിയപ്പെട്ടവരാണ്
ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, വേദനപ്പെട്ട് ഒരു ആശ്വാസ വാക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ പല ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്യത്തിൽ വായിച്ചതുപോലെ തിന്ന് തൃപ്തി പ്രാപിച്ചവന് തേൻകട്ട പോലും അവന് ചവിട്ടിക്കളയുകയാണ്. തേൻകട്ട ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ആരും തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഷുഗർ പോലുള്ള രോഗികൾ പോലും മധുരത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്, നമുക്കറിയാം. അപ്പോൾ ഈ തേൻകട്ട എന്ന് പറയുന്നത് വചനത്തെ പോലും തേൻകട്ടയുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവചനത്തെ തേൻകട്ടയുമായി സാമ്യപ്പെടുത്തി, അല്ലെങ്കിൽ രുചികരമായി അതുമായി ബന്ധപ്പെടുത്തി ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ തേൻകട്ട പോലും തിന്ന് തൃപ്തി പ്രാപിച്ചവന് ആവശ്യമില്ല. ഒരു ആഹാരം കഴിച്ചിരിക്കുന്നവന്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ച് എല്ലാം സംതൃപ്തി ആയവന്, അവന് വീണ്ടും ചെന്ന് ചോദിക്കുമ്പോൾ അവന് ആവശ്യമില്ല. കാരണം തൃപ്തി പ്രാപിച്ചവനാണ്, അവൻ അതിന്റെ ആവശ്യമില്ലാതെ അവൻ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ കാണാൻ കഴിയുന്നത് വിശപ്പുള്ളവന് കയ്പ് പോലും മധുരമായിട്ട് അവന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. വിശപ്പുള്ളവന് അവന് മധുരമാണോ അല്ലെങ്കിൽ കയ്പാണോ എന്ന് ചിന്തിക്കാതെ കയ്പിന്റെ അനുഭവം പോലും അവൻ മധുരത്തോടെ, വളരെ താല്പര്യത്തോടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തയ്യാറാകും. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ രാവിലെ സമയം ദൈവാത്മാവ് എനിക്ക് തന്ന ചിന്ത മത്തായി സുവിശേഷത്തിലെ ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഭാഗമാണ് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലെ അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ യാത്ര ചെയ്തു പോയപ്പോൾ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്, വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അനവധി പ്രിയപ്പെട്ടവർ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. വേദനിക്കുന്നവർ, അശരണരായവർ, ആലംബഹീനർ, ആരും സഹായത്തിനല്ലാവർ, കാണാൻ വന്നവർ, കേൾക്കാൻ വന്നവർ, അത്ഭുതം സ്വീകരിക്കാൻ വന്നവർ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്ത വീക്ഷണത്തിൽ, വ്യത്യസ്തമായ ചിന്താഗതിയിൽ യേശുവിന്റെ അടുക്കൽ വന്നായി കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആവശ്യബോധത്തോടെ ഒരു കയ്പിന്റെ അനുഭവത്തിലൂടെ പോയ ഒരു സ്ത്രീയെ, ഒരു സഹോദരിയെ, ഒരു മാതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്നോടൊപ്പം നമ്മളോടൊരുമിച്ച് ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗമായിട്ട് ചിന്തിപ്പാൻ ഈ പകൽ കർത്താവിൽ ശരണപ്പെടുന്നത്. ആ 15-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോടൊരു വാക്കും ഉത്തരവും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവർ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ആ ഭാഗം നമുക്കറിയാം. അതിന്റെ ആദ്യ ഭാഗം തൊട്ട് ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ആവശ്യബോധത്തോടെ മകളുടെ സൗഖ്യം ലക്ഷ്യമാക്കി, മകൾക്ക് സൗഖ്യം അത്യന്താപേക്ഷിതമാണെന്ന് വളരെ ഹൃദയത്തിൽ താല്പര്യപ്പെട്ട് എങ്ങനെങ്കിലും ഒരു സൗഖ്യം ലഭിക്കാൻ വേണ്ടി ആവശ്യബോധത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് വരിക. യേശു തിരക്കിലൊക്കെ യാത്ര ചെയ്യുക, നമുക്കറിയാം. ആ ഭാഗത്ത് കാണാൻ കഴിഞ്ഞുണ്ട്. പക്ഷേ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ആവശ്യബോധത്തോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ ഒരാളുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടെ ഒരു മൈൻഡ് ചെയ്യാത്ത അനുഭവം ഉണ്ടെങ്കിൽ എത്രമാത്രം വേദനിക്കുന്നതാണ്, എത്രമാത്രം പ്രയാസപ്പെടുന്നതാണ്, അസഹ്യപ്പെടുത്തുന്നതാണ്. യേശു ആവശ്യബോധത്തോടെ ആ കർത്താവിന്റെ അടുക്കലേക്ക് വന്നവളെ ഒരു ഉത്തരവും പറയാതെ അവിടെ നിൽക്കുക. 24-ാമത്തെ വാക്യം നോക്കിയാൽ, യേശു ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് അവളോട് ഉത്തരം പറയുക. അവിടെ കരച്ചില് അധികമായപ്പോൾ അവളെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ യേശു അവരോടായിട്ട് മറുപടി പറയുക, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ആ ഉത്തരത്തിന് വേദനിക്കുന്ന ഒരു ഉത്തരമാണ്. ആ ഉത്തരത്തിന് സംതൃപ്തി കിട്ടുന്ന ഉത്തരമല്ല. ആ ഉത്തരം ഒരു സന്തോഷം നൽകുന്നതല്ല. ആ ഉത്തരം വേദനിപ്പിക്കുന്ന ഉത്തരമാണ്. 26-ലേക്ക് പോകുമ്പോൾ യേശു പറയുന്നു, അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവളുടെ കർത്താവിന്റെ അടുക്കൽ വന്ന്, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് കരയുക, നമസ്കരിക്കുക. അപ്പോൾ വീണ്ടും യേശു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുക.
മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന അന്നല്ല പറയുക. 3 തിരസ്കരിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു അനുഭവമാണ്. പക്ഷെ യേശു അങ്ങനെ ചെയ്തത് അവിടെ വിശ്വാസം കണ്ടിട്ടാ, അവിടെ ഹൃദയത്തിലെ നിലവാരങ്ങൾ കണ്ടിട്ടാ. ഒരിക്കലും അവിടെ തിരസ്കരിക്കുന്ന അനുഭവമല്ല അവിടെ കാണുന്നത്. പക്ഷെ അവൾ ആത്മാർത്ഥമായി ചെന്നപ്പോൾ അവളോടൊരു വാക്കോ ഉത്തരമോ പറയുന്നില്ല. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് പറയുന്നു. 3-മത് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന അന്നല്ല എന്ന് പറയുന്നു. 28-ാമത്തെ വാക്യത്തിൽ അവൾ തന്നെ 27-ാമത്തെ വാക്യത്തിൽ അവൾ പറയുന്നുണ്ട്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കർത്താവിനെ പഠിപ്പിക്കുകയല്ല, അവിടെ ഹൃദയത്തിലുള്ള ആ വേദനിക്കുന്ന അനുഭവത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ തിരസ്കരിക്കപ്പെട്ടെന്ന് ചുറ്റും നിൽക്കുന്നവർ തോന്നുമ്പോഴും, യേശുവിൽ നിന്നൊരു വാക്കോ ഉത്തരവും കിട്ടാതെ നിൽക്കുമ്പോഴും, യേശു പറയുന്നു ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചേക്കുന്നത് എന്ന് പറയുമ്പോഴും, യേശുവിന്റെ ആ സാന്നിധ്യം മനസ്സിലാക്കി യേശുവിനെ വ്യക്തമായ കാഴ്ചയോടെ അവൾ മനസ്സിലാക്കുമ്പോഴും, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന അന്നല്ല എന്ന് പറയുമ്പോൾ, ഇതാണോ യേശു? ഇതാണോ ദൈവപുത്രൻ? ഇതാണോ അത്ഭുതം അടയാളം ചെയ്യുന്നവൻ? ഇതാണോ ആശ്രയിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞ് യേശുവിനെ പള്ളു പറഞ്ഞ് യേശുവിനെ എന്തെങ്കിലും ആക്ഷേപവാക്കുകൾ ചോദിച്ച് അവൾ പോകാൻ തയ്യാറായില്ല. അവൾ വിശപ്പുള്ളവളാ, അവൾ ദാഹമുള്ളവളാ. അവരുടെ ഹൃദയത്തിൽ നൊമ്പരപ്പെട്ട ഒരു കൂട്ടം പ്രശ്നങ്ങളുമായിട്ടാണ് അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. അവളെ തളർത്തിയില്ല. ആ കർത്താവ് അവളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നു എന്നുള്ള തോന്നലുകളൊന്നും അവളെ അലട്ടിയില്ല. ആ കയ്പിന്റെ മറുപടി എന്ന് മനുഷ്യർ തോന്നിക്കുന്ന ആ അനുഭവം അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുക, ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വേസ്റ്റ്, അത് മേശയിൽ നിന്ന് താഴെ വീഴുന്നത് എടുക്കാൻ, ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്നത് യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികളും എടുത്ത് ഭക്ഷിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു അവളോട് പറയുക, നിന്റെ വിശ്വാസം വലിയത്. നോക്കണമേ, തിന്ന് തൃപ്തി പ്രാപിച്ച നിരവധി ആളുകൾ അവിടേക്ക് ഉണ്ടായപ്പോൾ ആ കനാന്യ സ്ത്രീ തന്റെ മകളുടെ സൗഖ്യം മാത്രം ലക്ഷ്യമാക്കി യേശുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് യേശുവിൻ അവളെ മൈൻഡ് ചെയ്യില്ല എന്ന് അവർക്ക് അവളോടുള്ള ഇടപെടിയിലൂടെ മറ്റുള്ളവർക്കൊക്കെ തോന്നുമ്പോഴും യേശുവിന്റെ അടുക്കൽ നിന്നും പോകാതെ, പിന്മാറാതെ, യേശുവിന്റെ അടുക്കൽ നിന്ന് അവൾ ഓടിപ്പോകാതെ, അവക്കറിയാം യേശു വാഗ്ദത്തം ചെയ്തവരാണ്, യേശു സൗഖ്യമാക്കാൻ കഴിവുള്ളവരാണ്, യേശു സ്വാതന്ത്ര്യപ്പെടുത്താൻ കഴിവുള്ളവരാണ്, യേശു സ്പർശിക്കാൻ കഴിവുള്ളവരാണ്, യേശുവിന്റെ ശബ്ദം കൊണ്ട് വിടുവിപ്പാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് അവൾ പിന്മാറിയില്ല. അവൾ തിന്ന് തൃപ്തി പ്രാപിച്ചവരുടെ കൂട്ടത്തിലല്ല, തേൻകട്ട ചവിട്ടിക്കളയുന്നവരുടെ കൂട്ടത്തിലല്ല. അവൾ വിശപ്പോടെ ആ കയ്പിന്റെ മറുപടിയുടെ നടുവിലും ആത്മാർത്ഥതയോടെ മധുരമായി തിന്നുകൊണ്ട്, മധുരമായി ഭക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ തന്നെ നിൽക്കുകയാണ്. അവൾക്ക് തൃപ്തി പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ വേണേ പോകാം. യേശു ഒരിക്കലും അവളെ അങ്ങനെ തിരസ്കരിച്ച് വിട്ടതല്ല. നമുക്കെല്ലാം നന്നായിട്ടറിയാം. അവക്കും യേശുവിനും തമ്മിലുള്ള ആ ബന്ധം ചിലപ്പോൾ ആദ്യമായി കാണുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ തിരസ്കരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചുറ്റും നിൽക്കുന്ന ശിഷ്യഗണവും ചുറ്റും നിൽക്കുന്ന ആളുകളും ഒക്കെ ചിരിക്കുകയോ കളിയാക്കുകയോ അല്ലെങ്കിൽ ഇവൾ എന്തിനാ ഇങ്ങനെ മൈൻഡ് ചെയ്യാത്തവന്റെ പിന്നാലെ പോകുന്നെന്ന് പറയുമ്പോഴും അവൾ പിന്മാറാതെ യേശുവിനെ ലക്ഷ്യമാക്കി അവളുടെ ആവശ്യം കർത്താവ് സാധിപ്പിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ, ഉത്തമ ബോധ്യത്തോടെ, നല്ല കോൺഫിഡൻസോടെ യേശുവിന്റെ പിന്നാലെ അവൾ കൂടുകയാണ്. നോക്കണം, അവിടെ പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്. സ്ത്രീയെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ ഓൺ ദ സ്പോട്ട് അവളുടെ മകൾക്ക് എന്തോ വന്നു, സൗഖ്യം വന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, വിവിധ ഗ്രാമങ്ങളിൽ നിന്ന്, വിവിധ പട്ടണങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇന്നിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥ അണയ്ക്കുമ്പോൾ, രാവിലെ വേണേ ഉറങ്ങാമായിരുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ വിശ്രമിക്കാവുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങളിൽ ഇടപെടാമായിരുന്നു, പോകാമായിരുന്നു, വരാമായിരുന്നു, ഒക്കെ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാവിലെ സമയം നാം ദൈവസന്നിധിയിൽ വന്നതിന്റെ ആവശ്യമറിയാം. നമ്മൾ തിന്ന് തൃപ്തി പ്രാപിച്ച കൂട്ടത്തിലല്ല. ആവശ്യബോധത്തോടെ ദൈവസന്നിധി വരുമ്പോൾ പലരും
ഈ തേൻകട്ടയൊക്കെ ചവിട്ടിക്കളയുമ്പോൾ ദൈവത്തിന്റെ വചനം, പ്രാർത്ഥന, ഉപവാസം, ദൈവിക കൂട്ടായ്മയോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധത്തെ ഒന്നും അലക്ഷ്യമാക്കി അതൊന്നും നിസ്സാരമായി കണക്കാക്കി തൃപ്തി പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ, എല്ലാം തികഞ്ഞവരുടെ കൂട്ടത്തിൽ ആത്മീയ ഗോളം പോലും പോകുമ്പോൾ ഈ രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, അങ്ങനെയുള്ളവർ ഒരു കൂട്ടർ പോകുമ്പോൾ ദരിദ്രരായ അല്ലെങ്കിൽ സമ്പന്നരല്ലാത്ത ആത്മീയ ജീവിതത്തിൽ കുറവുകൾ കണ്ടുവന്ന് ദൈവത്തോട് അടുപ്പിക്കുന്ന, ദൈവമായിട്ടുള്ള ബന്ധം നൽകുന്ന ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഈ രാവിലെ സമയവും ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവിൻ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ പോറ്റിപ്പുലർത്തുന്ന, ആത്മീയ ജീവിതത്തിൽ ഉന്നമനം നൽകുന്ന, ഉത്തേജനം നൽകുന്ന, ശക്തി പകരുന്ന, ദൈവിക അഭിഷേകം നൽകുന്ന, ദൈവവചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള പ്രാപ്തി നൽകുന്ന നമ്മുടെ കർത്താവിന്റെ കരം നമ്മോടൊപ്പം ഉള്ളതോർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമുക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളഞ്ഞെന്ന് ഓർക്കരുത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ചെന്ന് ഓർക്കരുത്. ചിലതിലൊക്കെ ചില കാര്യങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ കാണാൻ, മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് ദൈവത്തോടുള്ള ആ സ്നേഹബന്ധം, ആത്മാർത്ഥമായ ബന്ധത്തിന്റെ ആഴം, ആ ഡീപ്പ് എത്ര വലിയതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയങ്ങൾ കർത്താവിന് സ്നേഹമില്ലാഞ്ഞിട്ടോ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടോ നമ്മളെ തിരസ്കരിക്കുന്നതല്ല, ഒന്നുകൂടെ അല്പം കൂടെ കണ്ണുനീരൊഴുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നൊമ്പരങ്ങൾ പറയുവാൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ പറയാനിടയായിരുന്നു, നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ വീടുകളുണ്ട്, കൊച്ചുമക്കളുള്ളവരുണ്ട്, മക്കളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരുണ്ട്. അവരോട് അവർ തിരിയാത്ത അല്ലെങ്കിൽ വാക്കുകൾ സ്പഷ്ടമായി പറയാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അവരുടെ കൊത്തയുള്ള നാവുകൾ കൊണ്ട് കരഞ്ഞ് ഓരോന്നിനും നിർബന്ധം പിടിക്കാറുണ്ട്. നമ്മൾ അവരുടെ ആ ലാംഗ്വേജ്, അവരുടെ ഭാഷ, അവരുടെ ശബ്ദം, വാക്കുകൾ തിരിഞ്ഞാലും അവരെ കൊണ്ട് വീണ്ടും വീണ്ടും അത് പറയിപ്പിക്കാൻ, നമുക്ക് കേൾക്കാനും ഒരു സന്തോഷം, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് അവർ കരയുകയാണെങ്കിലും അവരെ കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പറയിപ്പിക്കാറുണ്ട്. അവരുടെ ആ നിർബന്ധത്തിന് നടുവിൽ ചിലപ്പോഴൊക്കെ വഴക്ക് പറയാതെ തന്നെ നമ്മൾ അവർ പറയുന്നത്, ആ നിർബന്ധം പിടിക്കുന്ന വാക്കുകൾ കേൾക്കാൻ ആ അപ്പച്ചനമ്മച്ചിയോ അല്ലെങ്കിൽ പപ്പാ മമ്മിമാരോ അവർ താല്പര്യപ്പെടുന്നുണ്ട്. ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഉരുവിടുമ്പോൾ അത് മനസ്സിലാകാഞ്ഞിട്ടല്ല, ചിലപ്പോഴൊക്കെ അവരുടെ വാക്കുകൾ, ആ രോദനം, അവരുടെ കരച്ചിൽ, അവരുടെ കൊത്തയുള്ള, അവരുടെ സ്പഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആ വാക്ചാതുര്യമില്ലാത്ത ആ വാക്കുകൾ കേൾക്കാൻ അപ്പനമ്മമാർ, അപ്പച്ചനമ്മച്ചിമാർ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ കർത്താവ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ നമ്മളോട് ഇടപെട്ടിട്ടുണ്ട്, നമ്മളെ വീണ്ടും വീണ്ടും പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ. അല്ലാതെ കർത്താവ് കേൾക്കാഞ്ഞിട്ടോ കാണാഞ്ഞിട്ടോ ഒന്നുമല്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്രമാത്രം വലിയതാണെന്ന് ഈ കനാന്റെ സ്ത്രീയുടെ അനുഭവം നമുക്കറിയാം. അവളെ ആദ്യം തന്നെ വേണേ പറഞ്ഞയക്കാമായിരുന്നല്ലോ, ആദ്യം തന്നെ അവർക്ക് സംതൃപ്തി. തിരക്കിന് നടുവിലൊക്കെ അങ്ങനെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് വേണം വിടാം, അടുത്ത ശുശ്രൂഷയിലേക്ക് കർത്താവിന് പോകണം, അല്ലെങ്കിൽ ജനങ്ങൾ കൂടെ തിക്കിത്തിരക്കുക, അല്ലെങ്കിൽ ശിഷ്യഗണത്തിന്റെ ആ അഭിപ്രായങ്ങൾ കേൾക്കാം, വന്നവരെ പ്രാർത്ഥിച്ചു വിടാം. പക്ഷെ ആ കൂട്ടരിലൊന്നും ഇല്ലാത്ത വ്യത്യസ്തത, അസാധാരണത്വമായ അനുഭവം ഈ സ്ത്രീ കൊണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കിയോണ്ടാണ് അവിടെ നിർത്തിയത്. അവളെ മുൻപോട്ട് ഗമിക്കാതെ യേശുവിനോടൊപ്പം നിന്ന് സംഭാഷണം നടത്താൻ, യേശുവിന്റെ വാക്ക് അവളെ കേൾപ്പിക്കാൻ, അവളിൽ നിന്നും ചിലത് കർത്താവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു പോയിന്റ് നിർത്തിയേക്കുക, അവിടെ ഒരു സ്റ്റോപ്പ് റെഡിയാക്കിയേക്കുക. ചുറ്റും നിൽക്കുന്നവർക്ക് അത് അസഹ്യമാകുക. കർത്താവെ, അവളെ പറഞ്ഞയക്കണേ, അവൾ കരഞ്ഞുകൊണ്ട് വരുന്നു, എന്തിനാ അവളെ വേദനിപ്പിക്കുന്നത്? അവളെ കർത്താവിനൊരു വാക്ക് കൽപ്പിച്ചാൽ മതിയല്ലോ, കർത്താവ് തൊട്ടാ മതിയല്ലോ. കർത്താവ് അല്ലെങ്കിൽ അവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി അങ്ങ് കൊടുത്താ പോരായോ? ഇവിടെ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ട് അവളെ കർത്താവെ വിളിപ്പിക്കുന്നത് എന്തിനാണ് ചോദിക്കാൻ വേണം ചുറ്റും നിൽക്കുന്നവർക്ക്. പക്ഷേ എല്ലാവരുടെയും കാഴ്ചപ്പാടല്ല അവൾക്കുണ്ടായിരുന്നത്, എല്ലാവരുടെയും ചിന്തയല്ല. അവൾ വ്യത്യസ്തമായിട്ടാണ് യേശുവിനെ കണ്ടത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, യേശു യാത്ര ചെയ്തു പോയപ്പോൾ യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്
പലർക്കും പല രീതിയിലായിരുന്നു. ചിലർ പറയുന്നുണ്ട് യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ പറയുന്നുണ്ട് ഏലിയാവെന്ന്, ചിലർ പറയുന്നുണ്ട് യിരെമ്യാവെന്ന്, ചിലർ പറയുന്നുണ്ട് പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് യേശുവിനെ കുറിച്ച്. അനവധി പ്രിയപ്പെട്ടവർ വ്യത്യസ്തമായ രീതിയിലാണ് യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ യേശുവിനോട് യേശു ശീമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്നെ കുറിച്ച് ഓരോ അഭിപ്രായങ്ങളാ പറയുന്നത്, ഓരോ പേരുകളാ പറയുന്നത്. ശീമോനെ, നീ എന്നെ കുറിച്ച് എന്താ അറിയുന്നത്? ശീമോനെ, നീ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ശീമോൻ പറയുന്നുണ്ട്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, ശീമോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, പിന്നെയോ സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. ഇന്ന് പകൽ നാം രാവിലെ സമയം ഇരിക്കുമ്പോൾ തിന്ന് തൃപ്തി പ്രാപിച്ചവർ തേൻകട്ട ചവിട്ടിക്കളഞ്ഞ് മെതിച്ച് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തൃപ്തി പ്രാപിച്ചവരുടെ കൂട്ടത്തിലല്ല, നാം വിശപ്പുള്ളവരുടെ കൂട്ടത്തിലാ, ദാഹമുള്ളവരുടെ കൂട്ടത്തിലാ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായ ദാഹത്തോട് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലും, ഒരു ദിവസം പ്രാർത്ഥിച്ചാലും ഒന്നും തൃപ്തി അറിയാതെ, ഒരു ദിവസം ഉപവസിച്ച തൃപ്തി അറിയാതെ, ഒരു ഞായറാഴ്ച യോഗത്തിന് പോയിട്ട് അടുത്ത ഞായറാഴ്ച അതിന്റെ എനർജി എല്ലാം ഡിപ്പോസിറ്റ് ചെയ്ത് 10 ആഴ്ച പോകാത്തവരുടെ കൂട്ടത്തിലല്ല. ഓരോ ഞായറാഴ്ചകളും, ഓരോ വെള്ളിയാഴ്ചകളിലും, ഓരോ ബുധനാഴ്ചകളിലും, ഓരോ തിങ്കളാഴ്ചകളിലും, ഓരോ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ഒരു ദിവസം പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടുമല്ല, ഞാൻ എല്ലാ ദിവസങ്ങളും നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഞാൻ പറഞ്ഞത്, ഓരോ ദിവസങ്ങളിലും ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ വന്ന് പോയി പിരിഞ്ഞ ശേഷം വീണ്ടും പോകാനുള്ള പ്രചോദനം, അല്ലെ ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ ആ സ്നേഹവും, കർത്താവിനെ കുറിച്ചുള്ള ആഗ്രഹവും, കർത്താവുമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധവുമാണ് നമുക്കിതിൽ രാവിലെ സമയം കയറാൻ ദൈവം സഹായിച്ചത്. അതുകൊണ്ട് തിന്ന് തൃപ്തി പ്രാപിച്ച പലരും തേൻകട്ട പോലും, ദൈവവചനം പോലും, പ്രാർത്ഥന പോലും, ഉപവാസം പോലും, ആരാധന പോലും, ദൈവവചന ചിന്തകൾ പോലും അലക്ഷ്യമാക്കി കളയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവെ, തൃപ്തി പ്രാപിച്ചവർ അനേകരും ഈ നന്മയുടെ അനുഭവങ്ങളെ ചവിട്ടിത്തെറിപ്പിച്ചു പോകുമ്പോൾ, മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ, അലക്ഷ്യമാക്കി പോകുമ്പോൾ, അശ്രദ്ധമാക്കി പോകുമ്പോൾ, ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ സമയം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉറപ്പോടെ സമർപ്പിക്കുന്ന കർത്താവെ, തേൻകട്ട ചവിട്ടിക്കളഞ്ഞു പോകുമ്പോൾ വിശപ്പുള്ളവനൊക്കെ ഏത് കയ്പിന്റെ അനുഭവം വന്നാലും, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ വന്നാലും, വേദനയുടെ അനുഭവങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടിന്റെ സാഹചര്യങ്ങൾ വന്നാലും, അസ്വസ്ഥതയുടെ അനുഭവം വന്നാലും, സാമ്പത്തിക ക്ലേശം വന്നാലും, ഞാൻ എന്റെ കർത്താവിനെ നോക്കി യാത്ര ചെയ്യും. അതുകൊണ്ടാണ് അന്നമ്മ മാമൻ എന്ന് പറയുന്ന ദൈവദാസി പാടിയത്, ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ഇന്ന് പകൽ നമുക്ക് എത്ര പേർക്ക് അത് വിശ്വാസത്തോടെ പറയാൻ പറ്റും? തകർക്കാനോ മുടിക്കാനോ ഇല്ലാതാക്കാനോ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കാനൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഒന്നുകൂടെ വിശ്വാസം കാണുവാൻ, നമ്മുടെ തീഷ്ണത കാണുവാൻ, നമ്മുടെ പ്രാർത്ഥന അനുഭവം കാണുവാൻ, നമ്മുടെ ജീവിതത്തിലെ ആത്മീയ മുന്നേറ്റം കാണുവാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്ന, കരുതുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു യേശുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചത്. ഈ ചെറിയ പ്രായം മുതൽ ഈ കർത്താവ് ഇന്ന് വരെ ദൈവം അത്ഭുതകരമായി എന്നെ നടത്താനിടയായി ചെന്നിട്ടുണ്ട്. ഓരോ ശുശ്രൂഷകൾ കഴിഞ്ഞു, കർത്താവേ, ഇതിനൊക്കെ ഇറങ്ങിപ്പോയി ഒട്ടുണ്ടല്ലോ, അല്ലെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അറിയാവുന്ന പാസ്റ്റർമാരൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, വേദനയുടെ അനുഭവങ്ങളിലൂടെയും പ്രയാസ ഘട്ടങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏത് ഞെരുക്കത്തിന്റെ അപ്പം നിന്നാലും, ഏത് കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ പോയാലും യാത്ര ചെയ്യാൻ ക്രൂശെ നോക്കി കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, തളർത്തുന്നവനല്ല, തിന്മയ്ക്കായിട്ട് ചെയ്യുന്നവനല്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിടുതൽ നൽകും. വിശ്വസ്തനായി ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള നന്മയുടെ അനുഭവങ്ങൾ ഒരുക്കും. പക്ഷേ ദൈവവചനത്തിൽ നാം ഉറപ്പോടെ നിൽക്കുക. ആരെല്ലാം ദൈവത്തെ നോക്കിയാലുമില്ലെങ്കിലും, ആരെല്ലാം കർത്താവിനെ ശ്രദ്ധിച്ചാലുമില്ലെങ്കിലും, ആരെല്ലാം പിന്മാറിപ്പോയാലും, ആരെല്ലാം ദൈവത്തെ വിട്ട് യാത്ര ചെയ്താലും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ശേഖേമിൽ വെച്ച് ജനത്തെ കൂട്ടി പറഞ്ഞതുപോലെ ഈ രാവിലെ സമയം നമുക്ക് ഒന്നുകൂടെ
ഈ ഒക്ടോബർ മാസം 1-ാം തീയതി ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം 2024 സമാപിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന ചില മാസങ്ങൾ, ആഴ്ചകളിലൂടെ ഉള്ളൂ. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. നാളെ നയിക്കുന്നവൻ ആരാണെന്നും എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ആരാണെന്നും എന്നെ നടത്തുന്നവൻ ആരാണെന്നും എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, അങ്ങ് മാത്രമാണ് എന്റെ സഖി, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം, അങ്ങ് മാത്രമാണ് എന്റെ ശൈലം, അങ്ങ് മാത്രമാണ് എന്റെ ശരണം, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. അതുകൊണ്ട് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ പോയാലും കൈവിടാത്ത കർത്താവ് ഞാൻ ഉറപ്പോടെ നിൽക്കും, കൈവിടാത്ത കർത്താവിൽ ഞാൻ ആശ്രയിക്കും, കൈവിടാത്ത പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോട് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെ ഈ മധുരമാണ്. തീർച്ചയായും കർത്താവിന്റെ വചനത്തിൽ ഉറപ്പോടെ നിന്നുകൊണ്ട് ഏത് തിക്താനുഭവം നടുവിലും യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ പിന്മാറാതെ കർത്താവിന് വേണ്ടി മുന്നേറാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സമയം